ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് 2024 നവംബർ മാസത്തെ വിദ്യാർത്ഥികൾ കാത്തിരുന്ന പരീക്ഷാ റിസൾട്ട് ഒടുവിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ കേഡറ്റ് പരീക്ഷയുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ പുതിയ രജിസ്ട്രേഷൻ, അതേപോലെ കേഡറ്റ് പരീക്ഷ ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളും അതേപോലെ നിലവിൽ ക്വാളിഫൈഡ് അല്ലാത്ത വിദ്യാർത്ഥികളും അതേപോലെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ കേൾക്കാമെന്ന് ഉറപ്പെടുന്നതാണ്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ടും ഉറപ്പെടുത്തണം. നേരത്തെ ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന നവംബർ മാസത്തെ, അതായത് കഴിഞ്ഞ 2024 നവംബർ മാസത്തെ കേഡറ്റ് പരീക്ഷയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് കേഡറ്റ് പരീക്ഷ പരിശോധിക്കാൻ വേണ്ടി ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള നേരത്തെ നിങ്ങൾ അപേക്ഷ കൊടുത്ത സെയിം വെബ്സൈറ്റ് തന്നെ catet.kerala.gov.in എന്ന വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് കേഡറ്റ് നവംബർ 2024 റിസൾട്ട് ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഏതൊക്കെ കാറ്റഗറിയാണ് നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുള്ളത്, കാറ്റഗറി 1, 2, 3, 4, അപ്പോൾ ഏതാണ് നിങ്ങൾ ഏതൊക്കെ കാറ്റഗറി എഴുതിയിട്ടുണ്ടോ ഓരോ കാറ്റഗറി നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ അത് രജിസ്ട്രേഷൻ നമ്പറും അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്ത് ഇപ്പോൾ തന്നെ പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് പരിശോധിക്കുവാനും അതിൻ്റെ പ്രിൻ്റ് എടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾ മൊബൈൽ ഫോണിലാണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുവാനും ഓർമ്മപ്പെടുന്നതാണ്. അപ്പോൾ കേഡറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് മിനിമം 90 മാർക്ക് കിട്ടിയ ഒരുപാട് വിദ്യാർത്ഥികൾ, അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. കൂടാതെ ചെറിയ മാർക്കിന് 1-2 മാർക്കിനൊക്കെ ഫെയിലായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കേഡറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു അതായത് DLED ആണെങ്കിലും അല്ലെങ്കിൽ BEd ആണെങ്കിലും നിലവിൽ 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കേഡറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഗൈഡൻസും വളരെ കൃത്യമായിട്ട് ഓരോ സമയത്തും അറിയിക്കാറുണ്ട്. അത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പരിശീലനം നിങ്ങളുടെ DLED അല്ലെങ്കിൽ BEdൻ്റെ കൂടെ കൃത്യമായിട്ടുള്ള ഒരു പരിശീലനം നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾറെഡി ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. ഇനി ചില വിദ്യാർത്ഥികൾ അതായത് കൃത്യമായിട്ടുള്ള പരിശീലനം ഇല്ലാത്തവരും അതേപോലെ തന്നെ ചെറിയൊരു മാർക്കിനൊക്കെ ഫെയിൽ ആയിട്ടുള്ളവരുണ്ട്. അത്തരത്തിലെ വിദ്യാർത്ഥികൾ നിരാശരാവേണ്ട ആവശ്യമില്ല. കാരണം കേഡറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഓരോ വർഷം 2 അറ്റംപ്റ്റ് നിങ്ങൾക്ക് ഒരു വർഷം തന്നെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫെയിൽ ആയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പരിശീലനം നിർത്താതെ, അതായത് ഇപ്പോൾ ഏകദേശം ഏപ്രിൽ മാസം അല്ലെങ്കിൽ മെയ് മാസത്തോട് അടുത്ത നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയും അതുമായി ബന്ധപ്പെട്ട് അടുത്ത ജൂലൈ പരമാവധി ജൂൺ മാസത്തിന് അടുത്ത പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ, അതായത് ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ഉടൻ തന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ ഫെയിലായിട്ടുള്ള വിദ്യാർത്ഥികൾ പുതിയ രജിസ്ട്രേഷൻ നിങ്ങൾ ഏകദേശം ഉടൻ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള ആ പ്രിപ്പറേഷൻ്റെ ചെറിയൊരു പോരായ്മ കൊണ്ടാണ് നിങ്ങൾ ഫെയിൽ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഈ ഒരു പ്രിപ്പറേഷൻ നിർത്താതെ ഉടൻ തന്നെ ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കാത്ത് നിൽക്കാതെ ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു പരിശീലനം തുടർന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള ഈ ഒരു ഗ്യാപ്പിൽ 1-2 മാസത്തിനുള്ളിൽ തന്നെ പരീക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും. ആ സമയത്ത് കൃത്യമായിട്ട് ആ ഒരു പരിശീലനം തുടരാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. ഇനി ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ സംശയമുണ്ട് ഇപ്പോൾ നടക്കുന്ന കേഡറ്റ് പരീക്ഷ ഏതാണെന്നുള്ളത്. അതായത് ശ്രദ്ധിക്കട്ടെ, നിലവിൽ സർവീസിലുള്ള 2011 മുതൽ സർവീസിൽ കയറിയതിന് ശേഷം, അതായത് കേഡറ്റ് ഇല്ലാതെ സർവീസിൽ കയറിയ ടീച്ചേഴ്സിനാണ് ഇപ്പോൾ നടക്കുന്ന കേഡറ്റ് പരീക്ഷ. അതായത് അത് ഏകദേശം മെയ് മാസം 29-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ആപ്ലിക്കേഷൻ ടൈമായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് ഏപ്രിൽ 19-ാം തീയതി അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ജനറൽ വിഭാഗത്തിൽപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും കേഡറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെ വരുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് വന്ന ഉടൻ തന്നെ വിദ്യാർത്ഥികളെ നമ്മുടെ ചാനൽ തന്നെ അറിയിക്കുന്നതായിരിക്കും. ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അടുത്ത പ്രധാനപ്പെട്ട ക്രൈറ്റീരിയയാണ്, അതായത് വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്നുള്ളത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പല വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതുതായിട്ട് വിജയിച്ച വിദ്യാർത്ഥികൾ, അതായത് ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. കാരണം ഒരുപാട് പേരുടെ സംശയമാണ്, നിലവിൽ DLED കോഴ്സ് സെക്കൻഡ് ഇയർ ആണ്, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ BEd പരീക്ഷ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് വന്നു, പാസ്സായി, അപ്പോൾ എപ്പോഴാണ് വെരിഫിക്കേഷൻ വരികയെന്ന് ഒരുപാട് സംശയമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത്, നിങ്ങൾ പരീക്ഷ എഴുതിയത് ഏത് സെൻറ്ററിലാണോ, ഉദാഹരണത്തിന് കോഴിക്കോടാണ് സെൻറ്റർ കോഴിക്കോട് ജില്ലയിലെ ഒരു വിദ്യാർത്ഥി മലപ്പുറത്താണ് സെൻറ്റർ കൊടുത്തതെങ്കിൽ സ്വാഭാവികമായും പരീക്ഷ എഴുതിയത് എവിടെയാണോ അതിൻ്റെ പരിധിയിലുള്ള DE ഓഫീസിലാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നിങ്ങൾ പോകേണ്ടത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നവംബർ മാസം, അതായത് ഇപ്പോൾ റിസൾട്ട് വന്ന വെരിഫിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ, അതായത് വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വാർത്താമാധ്യമങ്ങളിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ജസ്റ്റ് DE ഓഫീസിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ടൈം കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി ആവശ്യമായിട്ട് ഡോക്യുമെൻറ്റ്സിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അത് നിങ്ങളുടെ ഒന്നാമത്തത് ഹോൾ ടിക്കറ്റ് ആണ്. പലപ്പോഴും പല ഉദ്യോഗാർത്ഥികളും പരീക്ഷ എഴുതി റിസൾട്ട് വന്നു, ഹോൾ ടിക്കറ്റൊക്കെ പലരോടും മിസ്സായി പോകുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹോൾ ടിക്കറ്റ് നിർബന്ധമായിരുന്നു, അത് നിങ്ങൾ എക്സാം സമയത്ത് ഉപയോഗിച്ച ഇൻവിജിലേറ്റർ സൈൻ ചെയ്തിട്ടുള്ള, അത്
അത് സീൽ ചെയ്തിട്ടുള്ള ആ ഒരു ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ കൈവശം നിർബന്ധമായും ഉണ്ടായിരിക്കണം. അപ്പോൾ നോട്ടിഫിക്കേഷൻ, അതായത് വെരിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ, ഇനി അഥവാ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായിട്ടില്ല എങ്കിൽ, മാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടില്ല എങ്കിലും, സ്വാഭാവികമായിട്ട് നവംബർ മാസം നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ജസ്റ്റ് DO ഓഫീസിൽ വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് കാര്യങ്ങളും സമയം ഉൾപ്പെടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ടൈം ആയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ ലേറ്റ് ആക്കാതെ പരമാവധി സ്പീഡിൽ തന്നെ എല്ലാ ഡോക്യുമെൻസും എടുത്ത് നിങ്ങൾ വെരിഫിക്കേഷന് വേണ്ടി പോവുക. ഇനി വെരിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ്, അത് വലിയൊരു പ്രോസസ്സായിട്ടൊന്നുമല്ല, വളരെ ഒരു സിമ്പിളായിട്ടുള്ള ജസ്റ്റ് സർട്ടിഫിക്കറ്റുകൾ അവിടെ എത്തിക്കുന്നു, നിങ്ങൾ ജസ്റ്റ് വെരിഫിക്കേഷൻ നടത്തുന്നു, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നു. അത്ര മാത്രമാണ് ഈ വെരിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നോർമലായിട്ടുള്ള നിങ്ങളെ SSLC സർട്ടിഫിക്കറ്റ്, അത് എല്ലാത്തിൻ്റെയും ഒറിജിനൽ നിങ്ങൾ കൊണ്ടുപോകണം. അതിൻ്റെയൊക്കെ ഫോട്ടോ കോപ്പി നിങ്ങൾ എടുത്ത് വെക്കുക. അപ്പോൾ ഹോൾ ടിക്കറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കണം. അതിൽ റിസൾട്ട് നിങ്ങൾ ഈ പറഞ്ഞ ആ ഒരു പ്രിൻ്റ് നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ആവശ്യമായിട്ടുള്ളതാണ് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ +2 സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെയൊക്കെ ഒറിജിനൽ നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇനി നിങ്ങൾ DLED വെച്ചിട്ടാണോ അല്ലെങ്കിൽ ഡിഗ്രി വെച്ചിട്ടാണോ അപേക്ഷ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ DLED ആണെങ്കിൽ DLEDൻ്റെ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഡിഗ്രി ആണ് ഡിഗ്രി പ്ലസ് B.Ed ആണെങ്കിൽ ഡിഗ്രിയുടെയും B.Edൻ്റെയും സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റ്, അതായത് കൺസോൾഡേറ്റ് മാർക്ക് ലിസ്റ്റ് കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് ജസ്റ്റ് SSLC +2 ഡിഗ്രി പ്ലസ് B.Ed ആണ് ഡിഗ്രി B.Ed, ഇനി അല്ലെങ്കിൽ DLED ആണ് DLED, ഈ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് മാത്രമാണ് ആവശ്യമായിട്ടുള്ളൂ. ഇനി അതേപോലെ റിസർവേഷൻ ബേസ്, അത് 90 മാർക്ക് കിട്ടിയ എല്ലാ വിദ്യാർത്ഥികളാണെങ്കിൽ റിസർവേഷൻ കാറ്റഗറിയിലെ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരുന്നില്ല. എന്നാൽ 90 മാർക്ക് കിട്ടാത്ത റിസർവ്ഡ് കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ, സ്വാഭാവികം SC വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അവിടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും, അതേപോലെ തന്നെ ഇനി നോൺ ക്രിമിനൽ വിഭാഗത്തിൽപ്പെട്ട, അത് OBC വിഭാഗത്തിൽപ്പെട്ടവരാണ്, അവിടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ ഈ സമയത്ത് ഹാജരാക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ വെരിഫിക്കേഷൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് DO ഓഫീസിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇനി അതോടൊപ്പം തന്നെ പല വിദ്യാർത്ഥികളും സംശയമാണ്, പാസ്സായിട്ടുണ്ട്, കേട്ടിട്ട് റിസൾട്ട് വന്നു, പരീക്ഷ വിജയിച്ചു, പക്ഷേ ഇപ്പോഴും സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല, അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്ററാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് നീണ്ടുപോകുമല്ലോ, ഇനി അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിലില്ല, അപ്പോൾ എങ്ങനെയാണ് എന്താണ് ചെയ്യുന്ന ഒരുപാട് സംശയങ്ങളുണ്ട് വിദ്യാർത്ഥികൾ. അവരോടൊക്കെ പറയാനുള്ളത്, അതായത് നിങ്ങൾക്ക് ഈ കാറ്റഗറി വെരിഫിക്കേഷൻ എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ 1 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 2 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ നാട്ടിൽ വരുന്നത്, ആ സമയത്ത് നിങ്ങൾ ജസ്റ്റ് DO ഓഫീസിൽ വിളിച്ച് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് വെരിഫിക്കേഷനിൽ പോയാൽ മതി. അത് അത്തരത്തിൽ ടൈം കാര്യങ്ങളൊന്നും ഇതിൽ വിഷയമായിട്ട് വരുന്നില്ല. ഇനി അതേപോലെ തന്നെ നിലവിൽ ഫൈനൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായിട്ട് പരീക്ഷ എഴുതി റിസൾട്ട് വന്ന് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ നടത്തുക. ഇനി പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് സ്വാഭാവികമായിട്ട് അതിന് 6 മാസത്തെ കാലാവധി, അപ്പോൾ അതിന് ശേഷമാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉടൻ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റും കൺസോൾട്ട് മാർക്ക് ലിസ്റ്റും വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അവർ കൃത്യമായിട്ട് സമയമുണ്ട്, അത് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് നിങ്ങൾ വെരിഫിക്കേഷന് പോകേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഈ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കൂടാതെ കേട്ടറ്റ് 2ഉം 3ഉം അപ്ലൈ ചെയ്തതിന് ശേഷം 2 മാത്രം പാസ്സായി 3 പാസ്സാവാത്തവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, കാരണം കേട്ടറ്റ് 1, 2 എന്ന് പറയുമ്പോൾ LP UPയിലും, അതേപോലെ കേട്ടറ്റ് 3 എന്ന് പറയുന്നത് ഹൈസ്കൂളുമാണ്. അതുകൊണ്ട് തന്നെ കേട്ടറ്റ് 2 മാത്രമാണ് ക്വാളിഫൈഡ് ആയെങ്കിൽ ഹൈസ്കൂൾ UP തലത്തിൽ മാത്രമാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഉദ്യോഗാർത്ഥികൾ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി കേട്ടറ്റ് 3 കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി കേട്ടറ്റ് 2 പാസ്സായിട്ടുണ്ടെങ്കിൽ, അത് കേട്ടറ്റ് 1, 2 എന്ന് പറയുമ്പോൾ LP UPയിലേക്ക് കേട്ടറ്റ് 2 പാസ്സായിട്ടുണ്ടെങ്കിൽ LP UPയും എലിജിബിൾ ആണ്. ഇനി കേട്ടറ്റ് 1ഉം 2ഉം കൊടുത്തിട്ട് 1 മാത്രമാണ് പാസ്സായിട്ടുള്ളതെങ്കിൽ നോർമലി LPയിലാണ് എലിജിബിലിറ്റി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേട്ടറ്റ് 2 അതേപോലെ തന്നെ കേട്ടറ്റ് 3 ഇത്തരത്തിൽ ഏതെങ്കിലും കൊടുത്ത് പാസ്സാവാത്തവർ അടുത്ത ആ ഒരു അറ്റംപ്റ്റിൽ നിങ്ങൾ കൃത്യമായിട്ട് പരിശീലിച്ച് നിങ്ങൾ വിജയിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇനി അതോടൊപ്പം തന്നെ കേട്ടറ്റ് പരീക്ഷ, അതേപോലെ തന്നെ B.Ed DLED ഇങ്ങനെയുള്ള കോഴ്സുകളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജോബ് സംബന്ധമായിട്ടുള്ള മറ്റെന്ത് സംശയങ്ങളുണ്ടെങ്കിൽ അതിന് പേഴ്സണൽ ആയിട്ടുള്ള കരിയർ കൗൺസിലിംഗ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് താഴെ കൊടുത്ത പേഴ്സണൽ ആയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾ ജസ്റ്റ് കേട്ടിട്ട് അല്ലെങ്കിൽ B.Ed അല്ലെങ്കിൽ DLED ഏതാണ് കോഴ്സ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് അയച്ചു തരികയും അത് കൃത്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കരിയർ കൗൺസിലിംഗ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും നമ്മുടെ ചാനൽ ഇതുവരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി എത്തിച്ചു കൊടുക്കുവാനോട് ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം വിടാം. ഇറ്റ്സ് മീ സവാദ് രചരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.